ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് റിലയൻസിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബോട്ടിൽ സെക്ഷനിലായി പോയത്. പിന്നെ ഞങ്ങൾ സ്നാക്സ് ബോക്സ് എടുക്കാനായിട്ട് സ്നാക്സ് ബോക്സ് സെക്ഷനിൽ പോയി. അവിടെ ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്നാക്സ് ബോക്സൊക്കെ ഭയങ്കര വലുതായിരുന്നു. പിന്നെ നോക്കി എനിക്കും താനൊക്കെ ഇഷ്ടപ്പെട്ട 2 സ്നാക്സ് ബോക്സ് എടുത്തു. കുറേ എണ്ണം ഞങ്ങളവിടെ നോക്കി, ചിലതൊക്കെ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ നോക്കി ലാസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ആ സെക്ഷനിൽ കുറേ നേരം നിന്ന് കറങ്ങി കുറേ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഞങ്ങൾ മറ്റേ ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ലഞ്ച് ബോക്സൊക്കെ എടുത്ത് നോക്കി. വലിയ കുറേ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ലഞ്ച് ബോക്സ് എടുക്കുന്നില്ല, താനൂക്ക് മാത്രമാണ് എടുക്കാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ കിട്ടിയില്ല. താനും അവിടെ ഒരു ബോൾ എടുത്തിട്ട് അതെനിക്ക് വേണം പറഞ്ഞിട്ട് ശരി എടുത്തോ പറഞ്ഞപ്പോൾ അതിലിട്ട് കളിക്കുകയാണ്. കുറേ വലിയ ലഞ്ച് ബോക്സൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് നോക്കാൻ പോയത്. സ്റ്റീലിൻ്റെ കുറേ എണ്ണം ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ വില കുറവായതുകൊണ്ടാണ്, ഓഫേഴ്സ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. അവിടെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൂടി ഉണ്ടാവില്ല, മൂടി ഉണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് ഇല്ല, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് ബോക്സ് എടുത്തില്ല. പിന്നെ ഒരു ദിവസം വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിപ്പാത്രമൊക്കെ നോക്കി, പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല. ലഞ്ച് ബോക്സ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ചെറുതായിപ്പോയി, താനൊക്കെ അത്ര പോരാ. അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. അവനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നു, കൊട്ടയിലിടുന്നു. അവനക്ക് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, എല്ലാം എടുത്തങ്ങോട്ട് കൊട്ടയിലിടാണ്. എന്നിട്ട് പിന്നെ ഞാനും അവനക്ക് വേണ്ട ലഞ്ച് ബോക്സൊക്കെ കുറേ നേരം തപ്പി, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബില്ലടിക്കാൻ പോയപ്പോൾ കുറേ സാധനങ്ങളെടുത്ത് മാറ്റി, താനും എടുത്ത് വെച്ചിരുന്ന്. ഞങ്ങൾ ബോട്ടിൽ നോക്കാൻ വീണ്ടും പോയി. നേരത്തെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വീണ്ടും പോയി നോക്കി. ലാസ്റ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ബോട്ടിൽ. പിന്നെ അവിടെ കുറേ ബോട്ടിലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല കുറേ ബോട്ടിൽസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. താനൂക്കാണ് ഞങ്ങൾ മെയിനായിട്ട് ബോട്ടിലെടുക്കാൻ പോയത്. ബോട്ടിലെടുത്തു, നല്ലൊരു ചന്തമുള്ള റെഡ് കളറുള്ള ബോട്ടിൽ. അവിടെ കുറേ ബോട്ടിൽസ് 399, 199, 299 ഒക്കെ കുറേ സെറ്റായിട്ടുള്ള ബോട്ടിൽസ്, സിംഗിളായിട്ടുള്ള ബോട്ടിൽസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും വലിയ ചില്ലിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. താനൂക്ക് പറ്റിയൊരു ബോട്ടിലാണ് എടുത്തത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, താനുൻ്റെ ബോട്ടിൽ. നല്ല ചന്തം ഉണ്ടായിരുന്നു. നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ അങ്ങനെ എന്തോ ഒരു ബോട്ടിലാണ്. പിന്നെ താനൂക്ക് മിക്കതും എടുത്തത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയാണ്. അവനക്ക് അത് തന്നെ വേണം പറഞ്ഞിട്ട് മിക്കി മൗസിന് ഞാൻ ഒന്ന് എടുത്തു, പക്ഷെ എനിക്ക് വേണ്ട പറഞ്ഞു. ഇതാണ് താനൂക്ക് എടുത്ത ബോട്ടിൽ. ചന്തമില്ല, എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, താനൂക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്നാക്സ് ബോക്സ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ലാസ്റ്റ് സ്നാക്സ് ബോക്സ് കിട്ടി ഗൈസ്. പിന്നെ ഞങ്ങളവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ലഞ്ച് ബോക്സിൻ്റെ സെക്ഷൻസും ബോട്ടിലിൻ്റെയും കുറേ ട്രോളിയിലൊക്കെ ആയിരുന്നു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ചന്തമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ബോട്ടിൽസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ, നല്ല രസമുള്ള ഡിസൈൻസും ഒക്കെ, നല്ല ഡിസൈൻസൊക്കെ ഉള്ള കളക്ഷൻസ് ഉണ്ട്. ലഞ്ച് ബോക്സിൻ്റെ ആണെങ്കിലും സ്നാക്സ് ബോക്സിൻ്റെ ആണെങ്കിലും വാട്ടർ ബോട്ടിലിൻ്റെ ആണെങ്കിലും ബാഗിൻ്റെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്പൂൺസ് നോക്കുമായിരുന്നു. ചെറിയ സ്പൂണായിരുന്നു നോക്കിയത്, പക്ഷെ അവിടെ കിട്ടിയില്ല. നമ്മളൊരു സെറ്റായിട്ടുള്ള വലിയ സ്പൂൺസാണ് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല, സ്പൂണൊന്നും എടുത്തില്ല. പിന്നെ വേസ്റ്റ് ബിന്നിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, കപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു കപ്പ് എടുത്തു ടോയ്ലറ്റിനായിട്ട്. ഞാനും പപ്പയും കൂടി കപ്പ് നോക്കുമ്പോൾ താനും ഓരോന്ന് എടുത്തിട്ട് വരുമായിരുന്നു. ഈ കപ്പ് ഏതെടുത്താലും 45 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്തൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വന്ന് കൊട്ടയിലിടുക. ഞങ്ങൾ ബില്ലടിക്കുമ്പോൾ ഓരോ സാധനങ്ങളെടുത്ത് മാറ്റി വെച്ചു. അവൻ്റെ ഇഷ്ടത്തിന് അവനൊക്കെ എടുത്ത് കൊട്ടയിലിടുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ എനിക്ക് പെന്നും താനൊക്കെ പെൻസിലും ഒക്കെ എടുക്കാൻ പോയി. ഞങ്ങൾ അവിടെ നെയിം സ്ലിപ്പ് നോക്കി, അപ്പോൾ നെയിം സ്ലിപ്പ് കിട്ടി, പക്ഷെ അത് ഭയങ്കര പ്ലെയിനായിപ്പോയി. അതിൽ എനിക്കിഷ്ടപ്പെട്ടില്ല, അപ്പോൾ താനൊക്കും എനിക്കും എടുത്തില്ല. പിന്നെ നിറയെ പെൻസെറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ബോൾ പെൻസെറ്റാണ് എടുത്തത്. എനിക്ക് ആ പെന്നാണ് ഇഷ്ടം, അത് നല്ല പെന്നാണ്, എഴുതാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ അത് നെയിം സ്ലിപ്പ് ഞങ്ങൾ എടുത്തില്ല.
പിന്നെ ഞങ്ങൾക്ക് അപ്സര പെൻസിലിൻ്റെ ഒരു സെറ്റ് കൊടുത്തു. എനിക്ക് അപ്സര പെൻസിലാണ് ഇഷ്ടം. എനിക്കും താനുമൊക്കെ അപ്സര പെൻസിലാണ് ഇഷ്ടം. അത് നല്ല പെൻസിലാണ്. പിന്നെ പപ്പ എനിക്ക് കുറേ പെൻസിൽ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ താനും അവൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് യൂണോ കാർഡ്സ് വേണം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പെട്ടി എടുത്തിട്ട് വന്നിട്ട് അതിന് കിടന്ന് വാശി പിടിക്കുകയായിരുന്നു. പക്ഷെ അത് മേടിച്ചു കൊടുത്തില്ല. അതിന് പകരം വേറൊരു സാധനം എനിക്ക് മേടിച്ചു കൊടുത്തു. അത് എന്താണ്, ആനിമൽസിൻ്റെ പസിൽസ് ആയിരുന്നു. അത് അവനിക്ക് വാശി പിടിച്ചിട്ടല്ല, യൂണോ കാർഡ്സിൻ്റെ അത് വേണം പറഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ മേടിച്ചു കൊടുത്താണ്. പിന്നെ ബുക്സിൻ്റെയും ഡയറി പോലത്തെ ബുക്സും ഭയങ്കര കട്ടിയുള്ള കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണോ കാർഡ്സിനായിട്ട്. പിന്നെ ഫെവിക്കോളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫെവി സ്റ്റിക്കാണ് എടുത്തത്. ഫെവിക്കോൾ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഫെവി സ്റ്റിക്ക് എടുത്തു. പിന്നെ അവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു സ്കൂളിൻ്റെ. എനിക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. സാധനങ്ങൾ അത്രയും ബുക്സും ക്രയോൺസിൻ്റെ വലിയ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ക്രയോൺസിൻ്റെ മാത്രമല്ല, പെൻസിലും കുറേ പെൻസിൽസും കട്ടറും റബ്ബറും ആയിട്ടുള്ളൊരു സെറ്റ്, പിന്നെ ക്രയോൺസും സ്കെച്ചും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു സെറ്റ്. ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.